അസ്സലാമു അലൈക്കും. വെൽക്കം ടു Zahrabanu കുക്കിംഗ് ആൻഡ് ടിപ്സ്. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കിവിടെ ഒരു അടിപൊളി സ്നാക്ക് തയ്യാറാക്കാം. ഇതാണ് മക്രോണി പോള. മക്രോണി പോള ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ട് നമുക്കത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ വിരുന്നുകളും സൽക്കാരങ്ങളിലൊക്കെ നമുക്കത് ഉണ്ടാക്കി വിളമ്പാവുന്നതാണ്. ഇത് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. നമുക്ക് ചിക്കനും അതുപോലെ മക്രോണിയൊക്കെ വേണം, അതുപോലെ എഗ്ഗ് വേണം. ഇത് എങ്ങനെ തയ്യാറാക്കാമെന്നൊന്ന് നമുക്ക് നോക്കാം. ഇത് ചിക്കൻ ഞാൻ പുഴുങ്ങിയതാണ്. അത് കുരുമുളകും അതുപോലെ തന്നെ ഉപ്പും മാത്രം ഇട്ട് പുഴുങ്ങി ചെറിയ പീസാക്കി വെച്ചതാണ് ഇവിടെ. ഇത് പിന്നെ ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള മക്രോണിയാണ്. മക്രോണി നമുക്ക് ഉണ്ടാക്കാൻ അറിയാമല്ലോ, ഇങ്ങനെ ഉണ്ടാക്കാൻ സിമ്പിളാണ്. പിന്നെ ഇതിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പാൻ വെക്കുക. നമുക്കിത് തയ്യാറാക്കി നോക്കാം. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനുശേഷം 2 സവാള, മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തതൊന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഏകദേശം ഒന്നായാൽ നമുക്ക് മറ്റുള്ള ചേരുവകൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പരുവം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഇതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറിയതിന് ശേഷം മറ്റുള്ള ചേരുവകളൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് മറ്റൊന്ന് ആവശ്യമുള്ളത് കുരുമുളക് പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഗരം മസാല ഒരു 1/4 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് ഇതിൽ വീണ്ടും ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൽ കുരുമുളക് പൊടിയൊക്കെ നമ്മൾ ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടുതൽ എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച ചെറിയ പീസാക്കി വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതൊരു 2 മിനിറ്റ് ഒന്ന് ഒന്നിച്ച് കുക്ക് ചെയ്യുക. നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ ഇതിൽ ആദ്യം ഉപ്പ് ചേർത്തതാണ്. ചിക്കൻ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിട്ടുള്ളത്. പിന്നെ ഇതിലേക്കൊരു കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഒരു 1/4 ടേബിൾ സ്പൂൺ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. കാരണം മക്രോണിയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ചിക്കൻ വേവിച്ചപ്പോഴും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി ഒരു 1/4 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് മക്രോണി ഒന്ന് ചേർത്ത് കൊടുക്കാം. മക്രോണി കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല. ചിക്കനും മക്രോണി ഏകദേശം സമാസമായിട്ടെടുക്കുക, അല്ലെങ്കിൽ മക്രോണി കുറച്ച് കൂടുതൽ എടുക്കാം. ചിക്കനേക്കാളും ഒരല്പം കൂടുതൽ നമുക്ക് മക്രോണി എടുക്കാം. ഇനി അതവിടെ മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കൊരു 3 കോഴിമുട്ടയുടെ ആവശ്യമുണ്ട്. 3ഓ 4 എടുക്കാം. ഇത് നല്ലപോലെ അടിച്ചിട്ട് ഉപ്പിട്ട് അടിച്ചെടുക്കണം. ഇതിലൽപ്പം ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇവിടെ മുട്ടക്കൂട്ട് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മക്രോണി ചിക്കനാണ്. ഇത് ചൂടാറിയതിന് ശേഷം ആണ് നമുക്കതിലേക്ക് എഗ്ഗ് ചേർത്ത് കൊടുക്കേണ്ടത്. മക്രോണി ചൂടോട് കൂടി ചേർത്ത് കൊടുക്കരുത്. ഒന്ന് ചൂടാറിയിട്ടാണ് നമുക്കിതിലേക്ക് ഈ എഗ്ഗ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എഗ്ഗ് എല്ലായിടത്തും എത്തണം. ഈ മക്രോണിയിൽ കംപ്ലീറ്റ് എഗ്ഗിൻ്റെ കൂട്ട് ആയിട്ടുണ്ടാവണം. അതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിത് വീണ്ടും ഒന്ന് കുക്ക് ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ ഒരു പാൻ എടുക്കുക. ഇതിലൽപ്പം എണ്ണ തേച്ച് കൊടുക്കുക. എണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക്
മക്രോണിയും എഗ്ഗും ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചതിലേക്ക് ചേർത്ത് കൊടുക്കുക, അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഇതിൽ സെറ്റാക്കി എടുക്കണം. ഇതിന് ഏറ്റവും നല്ലത് നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ലെവലാക്കിയിട്ട് സെറ്റ് ചെയ്യണം. എല്ലായിടത്തും ഒരുപോലെ ലെവലാക്കിയിട്ട് സെറ്റ് ചെയ്യണം. ഇപ്പോൾ ഇതിൽ എഗ്ഗ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഒരു എഗ്ഗ് കൂടി ചേർത്ത് കൊടുക്കാം. കാരണം ഇത് സെറ്റാണെന്നുണ്ടെങ്കിൽ ഇതിന് എഗ്ഗിൻ്റെ ആവശ്യം ഉണ്ട്. ഇനി വേറൊരു എഗ്ഗ്, ഇത് 4ാമത്തെ എഗ്ഗാണ്. ഈ സെറ്റാക്കി വെച്ചിട്ടുള്ളതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. മുകളിൽ ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിൻ്റെ സൈഡിൽ ആക്കി കൊടുക്കാൻ. സൈഡിൽ എഗ്ഗ് നല്ലപോലെ ഒന്ന് ആക്കി കൊടുക്കണം. എന്നെങ്കിൽ അത് കുക്ക് ചെയ്യുമ്പോൾ അത് സെറ്റായിട്ട് കിട്ടുള്ളൂ. ഈ ഒരു ഷേപ്പിൽ തന്നെ ഈ മക്രോണി പോള കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ എഗ്ഗ് വീണ്ടും ഒരു എഗ്ഗ് എടുത്തിട്ട് നല്ലപോലെ അടിച്ചിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചതിന് ശേഷം ഒന്ന് സ്റ്റൗ ഓൺ ആക്കിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി. ഞാനിവിടെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടുള്ളത്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഇനി ഒരു പാൻ എടുക്കുക, അതുപോലെ ഒരു ഫ്രൈ പാൻ എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ മക്രോണിയുടെ മുകൾ ഭാഗത്ത് അത് വെക്കണം. മുകൾ ഭാഗത്ത് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് കമഴ്ത്തി വെക്കണം. അപ്പോൾ ഫ്രൈ പാനിൻ്റെ മുകൾ ഭാഗത്ത് നമ്മളിത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ സെറ്റായത് കൊണ്ടാണ് ഈ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടുന്നത്. എന്നാലും എനിക്ക് തോന്നുന്നു ഇതിൽ അല്പം എഗ്ഗിൻ്റെ കുറവുണ്ട് തോന്നുന്നു. ഒരു 4 എഗ്ഗായിരുന്നു ഇതിലേക്ക് ആവശ്യമുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മക്രോണി പോള. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. അപ്പോൾ അത് ഇനിയിപ്പോൾ ഫ്രൈ പാനിൽ ഒരല്പം എണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കാരണം നമുക്കതിൻ്റെ മുകൾ ഭാഗം അപ്പോൾ അടിഭാഗമായിട്ടാണ് കിടക്കുന്നത്. ആ ഭാഗം വെന്തിട്ടില്ല. ആ ഭാഗം ഒന്ന് വേവിക്കുകയാണ് ഇനി വേണ്ടത്. ഇതിന് മേലെ മുകളിൽ വീണ്ടും അത് കമഴ്ത്തി കൊടുക്കാം. അപ്പോൾ ഇവിടെയും ഫ്ലെയിം വളരെ മീഡിയം ഫ്ലെയിമായിട്ട് ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. എൻ്റെ അപ്പം തന്നെ കരിഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ മുകളിൽ ഒരല്പം കരിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ കുറച്ച് ഫ്ലെയിം കൂട്ടിയതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ അത് ഫ്ലെയിം എപ്പോഴും മീഡിയമിൽ ഇട്ടിട്ട് വേണം അത് കുക്ക് ചെയ്യാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ മക്രോണി പോള. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇതിങ്ങോട്ട് ഒന്ന് കമഴ്ത്തി കൊടുക്കുക, പ്ലേറ്റിലേക്കൊന്ന് കമഴ്ത്തി കൊടുക്കുക. അതിന് അടിഭാഗം കാണാം, കണ്ടോ? ഇതാണ് നമ്മുടെ ആദ്യം മുകളിലുണ്ടായിരുന്ന ഭാഗമാണിത്. ഇതും ഫ്ലെയിം ഞാൻ ശ്രദ്ധിച്ചുകൊണ്ട് കരിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്നൊരു ഐറ്റമാണ്. നമുക്ക് ഈവനിങ്ങിലും അതുപോലെ പാർട്ടികളിലൊക്കെ സെർവ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക, എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങളിൽ എത്തിച്ചേരാൻ. ഇത് സെറ്റാവുന്നത് നമ്മളിതിൽ യൂസ് ചെയ്യുന്ന എത്ര എഗ്ഗ് യൂസ് ചെയ്യുന്നു അതിനനുസരിച്ചാണ് ഇത് സെറ്റാവുക. ഇതിന് ശരിക്കും 4 എഗ്ഗായിരുന്നു ആദ്യം വേണ്ടിയിരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് എഗ്ഗ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ താങ്ക് യു വാച്ചിങ്.